നമ്മുടെ മേവറം മന്തി മനസ്സിൽ കയറി ഒരു മന്തിയും കഴിച്ച് ഞങ്ങൾ നേരെ വിട്ടത് ഹരിപ്പാടാണ്. നന്ദുവിന്റെ ഒരു അപ്പച്ചിയുടെ വീട് ഹരിപ്പാടാണ്. അവിടെ പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അപ്പച്ചിയോടും മാമനോടും വന്ന് യാത്രയൊക്കെ പറഞ്ഞ് പിള്ളേരെയൊക്കെ പറക്കിയിട്ട് ഞങ്ങളൊന്ന് കറങ്ങാൻ ഇറങ്ങിയിട്ടോ. ഞങ്ങൾ വന്നത് നാട് മൊത്തം ഒന്ന് അറിയണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അളിയനും ഞാൻ രണ്ട് സ്റ്റെപ്പൊക്കെ വെച്ച് അവിടെ മൊത്തം ഒന്ന് ഇളക്കി മറിച്ചേ. അപ്പൊ ആ സ്റ്റെപ്പ് രണ്ടെണ്ണം ഒന്ന് കണ്ടിട്ട് വന്നാലോ. അതെ, അലപ്പറകൾ എവിടെ പോയാലും അലപ്പറകൾ തന്നെയാണല്ലോ. പിന്നെ രാവിലെ നേരത്തെ എണീച്ചു കിട്ടോ, നമ്മളെ വീടല്ലല്ലോ, ആൾക്കാരെന്ത് വിചാരിക്കും. പിന്നെ എന്റെ അമ്മായിയമ്മയെ പറയിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ അവിടെ നേരത്തെ എഴുന്നേറ്റു. ചെന്നപ്പോ നല്ല പുട്ടൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അവിടുത്തെ രാവിലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ ഫ്രണ്ടിൽ. എന്റെ അമ്മ അടിപൊളിയാണ്, എന്തൊരു തണുപ്പാന്നറിയോ. അപ്പൊ നോക്കുമ്പോ ഗാലോ എടുത്ത പട്ടിക്കുട്ടീനെയൊക്കെ കൊഞ്ചിച്ചോണ്ടിരിക്കുന്നത്. പോയി കുളിക്കടി എന്ന് പറഞ്ഞ അവളെയും കുളിക്കാൻ വിട്ടപ്പോഴാണ് മാമൻ പറഞ്ഞത് കുളിക്കുന്നതിന് മുമ്പ് നമുക്ക് പോയി മീൻ പിടിച്ചിട്ട് വരാന്ന്. അങ്ങനെ നല്ല അടിപൊളി, ഇത് എന്ത് മീനാണെന്നുള്ള പേര് ഞാനങ്ങ് മറന്നുപോയി കേട്ടോ. എന്തായാലും എന്താ മസാല ഒന്നല്ലേ, ഞങ്ങൾ നല്ല മസാലയൊക്കെ പെരട്ടി അതിനെ അങ്ങ് പൊരിച്ചെടുത്തു. അവിടെയും ഞാനാണ് കേട്ടോ മസാല ഉണ്ടാക്കിയത്. നല്ല അടിപൊളി മസാലയായിരുന്നു. എല്ലാ മീനെയും പറക്കിയിട്ട് ആ മസാല എല്ലാം അങ്ങ് പിടിപ്പിച്ചിട്ടോ. ഇളക്കി 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 അത് നല്ല കറിവേപ്പിലയൊക്കെ തൂകി കുറച്ചു നേരം വെച്ചിട്ട് ഞാൻ വേഗം പോയി കുളിച്ചിട്ടോ. കുളിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങും. അങ്ങനെ വന്നപ്പോ നല്ല അടിപൊളി ചോറും പയറും മത്തങ്ങയൊക്കെ ഇട്ടൊരു കറിയും നല്ല പൊരിച്ച മീനും. ഈ മീനിന്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ, അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ നല്ല വങ്കട പുളിമുളക് ഉണ്ടായിരുന്നു, അതും കൂട്ടി നല്ലൊരു പിടി പിടിച്ചിട്ട് ഞങ്ങള് യാത്ര പറഞ്ഞ് ഇറങ്ങി കേട്ടോ. കാരണം ഞങ്ങൾക്ക് വൈകുന്നേരത്തിനുള്ളിൽ അങ്ങ് എത്തണം, അവൾക്ക് നാളെ തിരിച്ച് തൃശ്ശൂര് പോകാനുള്ളതാണ്. അപ്പൊ എല്ലാരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കാര്യം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പോവാൻ തോന്നി അപ്പൊ തന്നെ വണ്ടി എടുത്ത് പോവും, തിരിച്ചു വരാൻ തോന്നി അപ്പൊ തന്നെ വരികയും ചെയ്യും കേട്ടോ. അപ്പൊ ഓക്കേ.